നമുക്ക് തട്ടുകട സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാം. വൈകിട്ടത്തെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരുപാട് പെസ്റ്റിസൈഡൊക്കെ അടിച്ചു വരുന്ന വെജിറ്റബിളാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർന്ന വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഈ കോളിഫ്ലവർ വീണ്ടും നമുക്ക് 2 മിനിറ്റോളം തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കരുകരിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല ക്ലീനായിട്ട് വരും. 2 മിനിറ്റ് കൂടുതലൊന്നും തിളപ്പിച്ചെടുക്കേണ്ട. അതിനുശേഷം നമുക്കിത് ഒരു ഊറ്റുപാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ട് നന്നായിട്ട് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനുള്ള കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പൈസിനെസ് ആവാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അരിപ്പൊടിക്ക് പകരമായിട്ടാണ് കോൺഫ്ലവർ എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും കൂടി പോകരുത്. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം മാറ്റി വയ്ക്കാം, ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ഒന്ന് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അളവിൽ തന്നെ നിങ്ങൾ മൈദയും കോൺഫ്ലവറൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒട്ടും തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവുകയൊന്നുമില്ല. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ തന്നെ ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ വിട്ടിട്ട് വേർതിരിഞ്ഞ് വരും. എണ്ണയിലേക്ക് ഇട്ട ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസ് ഇനിയും കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്